Hi, hello, welcome back to my YouTube channel Layman Gamings. And നമ്മളിപ്പോൾ കുറച്ച് ഐറ്റംസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളുണ്ട്, അത് കളക്ട് ചെയ്യാം. ലെവൽ 10 ടേക്ക് ഗണ്ണ് കിട്ടി. നോക്കട്ടെ, സന്തോഷം. ലെവൽ 10 അതിൻ്റെ ഒരു ക്രേറ്റ് ഉണ്ട്, അത് തുറക്കാൻ പറ്റുമോ? എന്തായിരിക്കും ഇതിനുള്ളിൽ? സംതിങ് ഹാസ് ടു ബി സെലക്ടഡ്. നോ. ഓപ്പൺ. വെൻ ദി ചോയ്സ് ഈസ് യൂസ് യു വിൽ ബി ഏബിൾ ടു ചൂസ് എനി റിവാർഡ്. ആയിക്കോട്ടെ, ജസ്റ്റ് നമ്മുടെ ആയിട്ടില്ല. ലെവൽ 15 ആകുമ്പോൾ ഹെൽമെറ്റ്, ഇതെല്ലാം ലോക്ക്ഡൗൺ, കാര്യമില്ല. ദ ഡെയിലി ഇവൻറ്റ്സ് ബ്രാവോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത്. ഇവിടെ 3 എന്താ പുതിയതായിട്ട് വരുന്നത്? ന്യൂ ഷവർ, ന്യൂ ന്യൂ ട്രിപ്പ് വയർ ട്രാപ്പ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡിഫൻസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ന്യൂ കിച്ചൺ സ്റ്റവ്. അയ്യോ, നമുക്കപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാം. നമ്മൾ റീസ്പോൺ ആയിട്ട് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. വിശക്കുന്നുണ്ട്. നമ്മളാദ്യം നമുക്ക് വിശപ്പിന് എന്തെങ്കിലും കഴിക്കാം. യൂസ് 2 ക്യാൻ ഫുഡ് അടിച്ചു. വിശപ്പ് മാറി കാണും. ഇത്രയുണ്ട്. മെഡിക്കൽ ഐറ്റംസ് എന്തെങ്കിലും എടുക്കാം. എടുത്തു. ടേക്ക് ഓൾ എല്ലാം എടുത്തു. ഒരു വഴിക്കിറങ്ങുമല്ലേ. ഇത് വേണ്ട, ഇത് തിരിച്ചു വയ്ക്കാം. ഇവിടെ നേരെ നമ്മൾ പോകുന്നു എങ്ങോട്ട്? ഇതുണ്ട്. ആയിക്കോട്ടെ. ഹാച്ചറ്റ് ഉണ്ട്. ഹാച്ചറ്റ് മാറ്റിയെടുക്കാം. ഇതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനത്തിന് എത്ര ലൈഫ് ഉണ്ടോ നോക്കട്ടെ. ആയുധത്തിന് ലൈഫില്ല, അത് മാറ്റാം. ഹാച്ചറ്റ് മാറ്റിയെടുക്കാം. ഇതിനെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് പങ്കായം കൊണ്ടുപോകാം. പങ്കായ ഒരു ബെസ്റ്റ് സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നാമ ഇത് എടുக்கிறோம், ഇതങ്ക വെக்கிறோம். அது எக்யூப் பண்ணிக்கிட்டு இருக்கும். எக்யூப் பண்ணலாம். ஓகே, இது அந்த பொட்டியிலே திருப்பி வைக்கலாம். திருப்பி வச்சுட்டு ക്ലോസ് പണിയാച്ച് നമുക്കിനി ലൂട്ടിന് പോകാം. ലൂട്ട്. ഇത് ഞാൻ തന്നെയല്ലേ? So we are going to get some loots. Yes, we don't have enough money to buy that one. 3 മണിക്കൂറിനുള്ളിൽ ഇൻഫെക്റ്റഡ് സോംബീസ് വിൽ കം, നമ്മുടെ സ്ഥലത്തെത്തും. അപ്പോൾ പൈൻ ഫോറസ്റ്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാം. അതുപോലെ കുറച്ച് കല്ലും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് വന്നാലോ? ഒരു സെക്കൻഡ്, നമ്മുടെ വീട്ടിൽ തിരിച്ചു കയറാം. കാരണം നമ്മൾ കുറച്ച് കല്ലും കട്ടയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കതൊക്കെ എടുത്തൊന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ഫിനിഷായി. ഓക്കെ, ഗുഡ് ജോബ്. ഇതും ഗുഡ് ജോബാണ്. ഇതും ഗുഡ് ജോബ് തന്നെയാണ്. ഇനി നമുക്ക് ഫ്ലോർ സെറ്റ് ചെയ്യണം. ഫ്ലോർ സെറ്റ് ചെയ്താലല്ലേ തറ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലോർ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മതിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫെൻസ് ഇല്ലാത്ത വശത്തൊക്കെ നമുക്ക് ഇത് കൊടുക്കാം. അത് നമുക്ക് ഫ്ലോർ അപ്ഗ്രേഡ് കൊടുക്കാൻ കല്ലില്ല. അപ്പോൾ കല്ലെടുത്തിട്ട് വന്ന് പറ്റുള്ളൂ. തടിയുണ്ട് ആവശ്യത്തിന്, കല്ല് വേണം. ഇത് ചെയ്യാനും കല്ല് വേണം.
ആവശ്യത്തിന് തടിയുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ആ തടിയും കൂടി വെച്ചിട്ട് പോകാം. ഐ മീൻ പലകയായിട്ട് കിട്ടാനേ. ഇത് നമുക്ക് അവിടെ വയ്ക്കാം. ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് ലൂട്ട് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ലൈം സ്റ്റോൺസ് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഈ ഹാച്ചറ്റിൻ്റെ കൂട്ടത്തിൽ ഈ പിക്കാക്സും കൂടെ എടുത്ത് വയ്ക്കാം. എക്വിപ്പ്. ഇത് എക്വിപ്പ് ചെയ്യാം. ഇനി നടക്ക പോகிறது യുദ്ധം. ഇതൊന്നും ഒരു അടികൊണ്ട് ചാവാണ്ടിരുന്നാൽ മതി. ഇതായിരുന്നു. നമുക്ക് കുറച്ച് ലൈം സ്റ്റോൺ കളക്ട് ചെയ്യാം. നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് മാക്സിമം നമ്മളവിടെ നിന്ന് ലൂട്ട് എടുക്കാണ്ട് പോയതാണ് പ്രശ്നമായതെന്ന് തോന്നുന്നു. 15 എനർജിയിൽ നമ്മൾ റൺ ചെയ്യുന്നു. തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് പോയി ലൂട്ടെടുത്ത് വരാം. എൻ്റർ. പക്ഷെ നമ്മുടെ നല്ല വെപ്പൺ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. മറ്റേ പങ്കായത്തിൻ്റെ അടി നല്ല വെപ്പണാണ് പങ്കായം. അയ്യോ, ഇത്രയും ആൾക്കാർ ഒരുമിച്ചടിക്കണ്ട. ഇവിടുന്ന് ഫുള്ള് ലൂട്ട് ചെയ്തിട്ട് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓ സൂപ്പർ അടി. ഈ സാധനം ഒരടിക്കുണ്ട്. ചാന്തി അടിച്ച് പൊട്ടിക്കണം. ഇത് ചെറിയ സോംബീസ് ആയതുകൊണ്ട് ഒറ്റടിക്ക് കൊല്ലാൻ പറ്റും. മുതുക്കടിച്ചതിനൊക്കെ ഭയങ്കര പാടാ കൊല്ലുന്നത്. പെട്ടിയിൽ നിന്നുള്ള എല്ലാ ലൂട്ടും ടേക്ക് ചെയ്തു. പെട്ടി ലൂട്ട്, ടേക്ക് ലൂട്ട്, പെട്ടി ലൂട്ട്. We took every items. We turned every items from the പെട്ടി to the bag. അത് കൊള്ളായിരുന്നു. ആദ്യം ആരടിക്കണം? ഇവിടെ അടിക്കാം. എന്നടി അടിയിടാ. പിന്നൊരു ടീം ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയി അവൻ അടിക്കുമ്പോഴേക്കും മറ്റൊരു കാണും. 3 പേരുണ്ട് അവിടെ. ജസ്റ്റ് അവൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് ഒരുത്തിനും കൊണ്ട് മാറ്റി വിളിച്ചുകൊണ്ട് വന്നിട്ട് അടിച്ചാൽ പോരെ. നன்றി നன்றി നன்றി, ചത്തതിന് നன்றി. ഇവിടുന്ന് പറക്കാൻ പെട്ടിയൊന്നുമില്ലേ? Come on, where is that പെട്ടി? എല്ലാ പെട്ടിയും നമ്മൾ ലൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. നമുക്കിനി കുറച്ച് കല്ല് പറക്കാം. ഓട്ടോമാറ്റിക് കൊടുക്കാം. എന്താ സംഭവിക്കും? അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തുള്ള ആർമി കാർഡ് ഇതൊക്കെ കുറച്ച് അധികമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാലും പ്രശ്നമില്ല. നോക്കട്ടെ, ഒരു ബാൻഡ് അടിക്കാം.
ഈ ബെറി ഒന്നും പറക്കണ്ട മോനെ. ഈ കല്ലുകൾ എടുക്കും. കുഴപ്പമില്ല. നീ കല്ല് പൊട്ടിക്കും. നമുക്കിപ്പോൾ വേണ്ടി ലൈം ടൂൾ ബ്രോക്കായല്ലോ. ആ ടൂളിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലൈഫ് അടിക്കാം. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, എസ്കേപ്പ്. ഓ ഷിറ്റ്. ഇത് യൂസ് ചെയ്യാം. വിശപ്പ് മാറട്ടെ. ഇനിയുള്ളത് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തു പൊട്ടിക്കാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കാൻ ഉണ്ടല്ലേ. ഈ ബോക്സ് മുന്നേ കണ്ടില്ലല്ലോ. മിഷൻ ലൈം സ്റ്റോൺ. ഇനിയും വേണം ലൈം സ്റ്റോൺ. ഇനിയും വേണം. ഓ, ഈ ബെറി പറി വേണ്ട. ലൈം സ്റ്റോൺ പറക്കാം. ഇത് പറക്കാം. ഇത് പൊട്ടിക്കാം. ഇതും പൊട്ടിക്കാം. ഇൻവെൻറ്ററി ഫുള്ളായി. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇൻവെൻറ്ററി കുറയ്ക്കണം. ഫുൾ ലൈം സ്റ്റോൺ പിക്കിംഗ് മാത്രം. മിഷൻ ലൈം സ്റ്റോൺ ആണത്. തല്ലിപ്പൊട്ടിക്കേ. ഇതെടുത്തു. ഇത് തകർന്നു കേട്ടോ. ഈ സാധനം ഇനി രണ്ടടിക്കൂടെ ഒറ്റടിക്കേ ഉള്ളൂ. ടൂൾ ബ്രോക്കായി. ടൂൾ ബ്രോക്ക്. തടിയെടുത്തു. ഈ തടിയെടുത്തു. ഇനി ഓക്കെ, അപ്പം തടി കുറച്ചായിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം ഒന്നുകൂടി. ഇതിനെ ക്രാഫ്റ്റ് ചെയ്തു. ഇൻവെൻറ്ററി ഫുള്ളോ. ഇൻവെൻറ്ററി അപ്പോൾ എന്താ ഒഴിവാക്കാനുള്ളത്? 100% ലൈഫ്. ഇത് വേണ്ട. മിഷൻ ഫുള്ള് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ സംഭവം പറക്കുന്നതിനെ പറ്റി ക്രാഫ്റ്റ് ചെയ്യണ്ട. പറക്കാൻ ഒരുപാടുണ്ട് ഇവിടെ. അതായിരിക്കും നല്ല കുറച്ച്. പ്ലാൻ ഫൈബർ വേണ്ട. ദേ ഒരുത്തൻ.
പ്ലാന്റ് ഫൈബർ കളയ കുഞ്ഞേ. ഡിലീറ്റ് പ്ലാന്റ് ഫൈബർ. ഇനിയുള്ളത് മറ്റേത് ഇത് ക്രാഫ്റ്റ് ചെയ്യാം. പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് പണിയെടുപ്പിക്കാം. ഇതിലെന്താ ഇനി കളക്ട് ചെയ്യുന്നത്? ഓക്കെ, അത് ഫുള്ളാവും. ലൈം സ്റ്റോൺ ഫുള്ളാവും. തടി കളക്ട് ചെയ്യാൻ പറ്റും കുറേ. പിന്നെയുള്ളത് ഏതെങ്കിലും ഒരു സാധനം ഒഴിവാക്കണം. വെള്ളം കുടിക്കാം. 35 ഉള്ളൂ. 85 ഒഴിവാക്കാം. ഡിലീറ്റ് ചെയ്തു. അത് ഉടനെ കയറിയല്ലോ. ഡിലീറ്റ് സ്പ്ലിറ്റ് ആയിക്കോട്ടെ. ഇതാണല്ലോ. ഇത് വന്നിരിക്കുന്ന ഇതൊക്കെ കളക്ട് ചെയ്യാൻ പ്ലാന്റ് ഫൈബർ ഒന്നും വേണ്ട. നമ്മുടെ ഈ മിഷൻ ഒരു പർപ്പസ് ഉണ്ട്. മിഷൻ ലൈം സ്റ്റോൺ 10. കുറേ ലൈം സ്റ്റോൺ കൊള്ളും. കുറേ ലൈം സ്റ്റോൺ വേണം. തടി ഓൾറെഡി നമ്മളെടുത്തുണ്ട് 20. പിന്നെ ഉള്ളത് ഏതെങ്കിലും ഒരു സാധനം കൂടെ ഒഴിവാക്കണമല്ലോ. ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്കിതൊക്കെ ഒഴിവാക്കിയിട്ട് പറക്കാനുള്ളതൊക്കെ പറക്കൊണ്ട് പോകും. എൻ്റെ കുഞ്ഞേ, നീ എന്തിനാ അത് പറക്കുന്നേ? പ്ലാന്റ് ഫൈബർ എന്തിനാ? പറക്കലും കിട്ടില്ല. ഓക്കെ, പിടിച്ചോ. അത് പൊട്ടിക്കും. അങ്ങനെ ഉപകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അത് പൊട്ടിച്ചാലും പൊട്ടിക്കണം. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? മീറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. സ്പേസ് ഉണ്ട്. ഇനി സ്പേസ് ഉണ്ട്. ലൈം സ്റ്റോൺ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ലൈം സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് നമുക്ക് പോവാം. അത് പൊട്ടി. നീ ഇത് പറക്ക്. ഇൻവെൻറ്ററി ഫുള്ളോ? സോറി കുഞ്ഞെ, നമുക്ക് ഇത് എന്ത് ചെയ്യാൻ? ശരിക്കും ഇതങ്ങ് ഒഴിവാക്കിയാലോ? ഡിലീറ്റ്. തൽക്കാലം പിന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണം പറക്കാം. എന്നിട്ട് ഇത് കൊടുക്കാം. പറക്കിയോ? നീ ഇത് പറക്കിട്ട് എന്ത് ചെയ്യാനാ മോനെ? കൊണ്ടുപോയിട്ട് എന്താ 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 മോനെ അങ്ങനെ കാണിക്കുന്നേ? ഇത് യൂസ് യൂസ്. ഓക്കെ, ഇനി ഈ ഒരു സംഭവം ഒന്നുകൂടെ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ, കാരണം ഇത് തട്ടിപ്പൊട്ടിക്കണ്ടേ. ക്രാഫ്റ്റ്. എന്താ പ്രശ്നം? ക്രാഫ്റ്റ്. ഇൻവെൻറ്ററി ഫുള്ള് തോന്നി. ഓക്കെ, ഡിലീറ്റ് ക്രാഫ്റ്റ്. ഇതല്ല ക്രാഫ്റ്റ്. പികാസ് ക്രാഫ്റ്റ്. ക്ലോസ് ചെയ്തു. തുടങ്ങിക്കോ.
അതുപോലെ എല്ലാം കൂടി ചെയ്തേ. പൊട്ടിച്ച് നന്നായി പണിയെടുക്കും. വീട് പണി നടക്കുമല്ലേ. മാനുകളൊക്കെ വന്ന് പ്രലോഭിപ്പിക്കാൻ വേണ്ടി വരുവാ അടുത്തോട്ട്. ഒറ്റയടിയനെ ഈ പെട്ടിയോട് കൂടി തൂക്കിക്കൊണ്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. ഓക്കെ, ബാലൻസ് ഒന്നും പറക്കാനില്ലേ? കല്ലും എല്ലാം പൊട്ടിച്ചാൽ നമ്മളോ? ഓ, ക്ലീൻ ക്ലീൻ. ഐ സി. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിനൊഴിവാക്കി കളയാം. ഡിലീറ്റ് ചെയ്തിട്ട് പിക്കാസ് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ബാക്കി പറക്കാം. കളഞ്ഞ ഹാച്ചറ്റല്ലേ. ഇനി പാറയൊന്നും ഇല്ലേ പൊട്ടിക്കാൻ? അബദ്ധമായോ? എന്നാൽ കുറച്ച് ഇറച്ചിയായിട്ട് പോവാം. കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? പൊട്ടിയില്ലേ? കൊല്ലു 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 കൊല്ലു. എടുക്കാം. ടേക്ക്. ഇനി മാനൊന്നുമില്ല. ഇത്ര നേരം ഓടി കളിക്കുന്നുണ്ടായിരുന്നല്ലോ. ആവശ്യമുള്ള പൂർണ്ണത്തിനും കാണുന്നില്ലേ? കാര്യമില്ല. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിങ്ങനെ നടന്നതാ. ആവശ്യം വരുമ്പം സുലൈമാൻ സുലൈമാനും ഇല്ല, ഒരു മാനുമില്ല. സോ നമുക്ക് തിരിച്ചു പോയിട്ട് നമ്മുടെ വീട് പണിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ ഹോം. ഐ എം ഗോയിങ് ബാക്ക് ഹോം. So in the global map, we have to return to our home within 3 hours, 36 minutes. The infected zombies will come and attack. They will come and attack us. We are going to defend. Anyways, Mr. Unknown. Okay, no problem. Let me check what he said. There are one sofa, one another something item. So നമുക്കിവിടെ പ്ലാന്റ് നടാം. നമുക്കാദ്യം പ്ലാന്റ് നടുന്നതിന് മുന്നേ ഇതിനെ സ്പ്ലിറ്റ് വേണ്ട, മൊത്തത്തിൽ ഇവിടെ നടാം. പോട്ടെ, എവിടെയെങ്കിലും കായ്ക്ക്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ തിരിച്ചു വയ്ക്കാം. വേണ്ട, ഈ തടിയെല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് ആദ്യം എവിടെ വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനിലോട്ട് ഇടാൻ പറ്റുമോ നോക്കട്ടെ. എത്രണ്ണം പോവും? മാക്സിമം ഓഫ് 20. ദാറ്റ്സ് ഫൈൻ. ഇവിടെ ഒരു പണി ഇല്ലാതിരിക്കുന്നത് ഇവിടെ വേണം നമ്മളിനി കല്ലിടാനുള്ളത്. 20 ആയിക്കോട്ടെ. ഇനിയുള്ളത് പുറത്തെ ചൂളയിൽ നിന്ന് ചൂട് കട്ടകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എടുക്കാനുണ്ട്. ആയിക്കോട്ടെ. ഇപ്പുറത്തെ തരാണല്ലോ. ശരി, കട്ടകളൊക്കെ കിട്ടി. ഇനി പോയി നേരെ പട്ടിക്ക് ആഹാരം കൊടുക്കണം. നിനക്കും വിശപ്പായോ മോനെ? എവിടെ നമ്മുടെ പട്ടിക്കുട്ടികൾ?
ഫുഡൊന്നും ഇല്ലാതിരുന്നതല്ലേ, എൻജോയ്. 2 മണിക്കൂറുണ്ട്. സോംബി വരുന്നതിന് മുമ്പ് കഴിച്ചിട്ട് കൂട്ടി കയറിക്കോ കേട്ടോ. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കണം. ഇനി ഇവിടെ ഫുഡായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, ഇതിവിടെ വെച്ചു. അപ്പം നീ വിശക്കുമല്ലേ, നിനക്ക് എന്തെങ്കിലും കഴിച്ചോട്ടോ. ഇതൊരു വിത്തിടാനുള്ളത്, നമുക്ക് വിത്തിടാം. ഇനിയുള്ളത് എന്താ വയ്ക്കാനുള്ളത്? നത്തിങ്. ഈ സ്ഥലത്ത് വേണം ബാൻഡേഡ് തിരിച്ചു വയ്ക്കണം. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എല്ലാം കൂടെ അപ്പുറം പോയി. തടിയൊക്കെ നമുക്ക്, ബാക്കിയുള്ള തടിയൊക്കെ നമുക്ക് കൂടെ സ്റ്റോർ ചെയ്യാം. തടി, കല്ല്, മണ്ണ്, കട്ട എല്ലാം ഇവിടെ വെച്ചു. ബാലൻസ് ദി സ്ക്രൂസ്, ഡക്ട് ടേപ്പ്, മിലിറ്ററി കാർഡ് ഒന്നും വയ്ക്കാൻ സ്ഥലമില്ല. എന്താ അത്? ബാലൻസ് കാർഡ്, മിലിറ്ററി കാർഡൊക്കെ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. ടേപ്പ്, കാർഡ്, യെസ്. വിത്തിടണം. ലെറ്റ്സ് ഗോ ഫോർ സം ഹാർവെസ്റ്റിംഗ് തിങ്. വിത്തിട്ടു. ഇതിന് കുറച്ച് വിത്തെടുക്കാം. സ്പ്ലിറ്റ് ഇത് വരട്ടോ, ആയിക്കോട്ടെ. ഇവിടെ വിത്തിട്ടു. അപ്പോൾ രണ്ടുപേർക്കും പരാതിയില്ലല്ലോ, എൻജോയ്. ഇനി ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, വേണ്ട. കുക്ക് ചെയ്ത് കഴിക്കണ്ട, പച്ചക്ക് കഴിക്കാം. ഓക്കെ. റെയിൻ ക്യാച്ചറിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഒരു നല്ല സംഭവം കേട്ടോ, റെയിൻ ക്യാച്ചർ. മഴ കാണുന്നില്ല, എന്നാലും റെയിൻ ക്യാച്ചറുണ്ട്. റെയിൻ ക്യാച്ചർ അപ്പം നമുക്ക് തിരിച്ച് ഫില്ല് ചെയ്യണമല്ലോ. ഗ്യാസ്റ്റ് കുപ്പിയൊക്കെ ആയിട്ട് പോയിട്ട് ഫില്ല് ചെയ്യാം. 9 വെള്ളം കുടിച്ചോ? ഓക്കെ. വിൻ്റർ ഈസ് കമ്മിങ് എന്നൊക്കെ പറയുന്ന പോലെ സോംബി ഈസ് കമ്മിങ്. സ്പ്ലിറ്റ് ഇവിടെ സെറ്റ് ചെയ്തു, മറ്റേത് ഇപ്പുറത്തും സെറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും വെള്ളവും കിട്ടും ആ സമയത്ത്. ഇനി നമുക്ക് വേണ്ടിയത് ഉള്ളിൽ പോകണം. ഉള്ളിൽ പോയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യാനുള്ള കല്ലില്ല, മനസ്സിലായി. ക്ലോസ് ചെയ്തു. ഇനി നമുക്കിവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ട്രാപ്പ് എന്തെങ്കിലും. ട്രാപ്പിന് എന്തൊക്കെ വേണ്ടിയിരുന്നേ? തടി, കല്ല്, കയറ്. ഈ 2 കുറവുണ്ട്. അത് നമ്മളിപ്പോഴേ കട്ടയാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതുപോലെ ഇട്ടിട്ടുള്ള തിരിച്ചെടുത്തോ. ഇപ്പോഴേ കട്ടയാവണ്ട, വെയിറ്റ് പോയിട്ട് വരാം, ആവശ്യമുണ്ട്. ഇനി നമ്മൾ സ്പൈക്ക് ട്രാപ്പ് എടുക്കാം. സ്പൈക്ക് ട്രാപ്പ് ശരിക്കും നല്ല ആവശ്യമുള്ളതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് പിന്നെയും കുറവുണ്ടോ? പ്രശ്നമില്ല, ബാക്കിയുള്ള അവിടെ തന്നെ വെച്ചേക്കാം. പക്ക. ഇനി ഇത് ബിൽഡ് ചെയ്യാം. ബിൽഡ്. സ്പൈക്ക് ട്രാപ്പ് ഇവിടെ കൊടുക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. ചോദ്യമൊന്നുമില്ല, ഈ സൈഡിലൊരെണ്ണം കൊടുക്കാം നമുക്ക്. ഡൺ. ഇപ്പുറത്ത് കൊടുക്കാം. ഇവിടെ കൊടുക്കണ്ടേ ശരിക്കും? വേണ്ട, ഇവിടെ കൊടുക്കാം. ഡൺ. ഓക്കെ, അങ്ങനെ ട്രാപ്പായി. ഇതായി കട്ട. അയ്യോ, ഒരു കട്ട കിട്ടി. ഇവിടുന്നും ഒരു കട്ട കിട്ടി. ആയിക്കോട്ടെ. അപ്പം നമുക്ക് ഇവിടുത്തെ ഈ ഫ്ലോർ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിച്ചേ, വാളൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. വാൾസ് 2 കട്ട. 2 കട്ട എന്ന് പറയുമ്പോൾ 2 കട്ട കുറവെന്നല്ലേ കാണിക്കുന്നത്?
2 കട്ടയും കൊണ്ട് വേണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം, ആ സമയത്ത് നമുക്കിവിടെ തടിയായിട്ടുണ്ടോ? ആയിട്ടുണ്ട്. ആ തടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം, കട്ട വയ്ക്കാം. എന്താണോ എടുത്തേക്കാം. എടുത്ത് ഇവിടെ ഫില്ല് ചെയ്തു. ബാക്കി ഇതോ ഇവിടെ ഫില്ല് ചെയ്തു. 1 മിനിറ്റ് 2 കട്ടയും കൊണ്ട് കിട്ടുമായിരിക്കും. നമുക്ക് ആ കട്ടയും കൊണ്ട് എടുത്തിട്ട് പോയിട്ട് (1 minute and 40 seconds) limestone bricks will be generated. So we'll take and build our wall. രണ്ടെണ്ണേ ഉള്ളൂ, 3 എണ്ണം വേണ്ടി വരും. അതായിരിക്കും കാണിക്കുന്നത്. അയ്യോ, തിരിച്ചു നോക്കാം. ഇനി നമുക്ക് ഈ സാധനം വേണ്ട. ഇതെവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാപ്പും കൂടി സെറ്റ് ചെയ്യാമായിരുന്നു. ട്രാപ്പൊക്കെ ഓക്കെ അല്ലേ ശരിക്കും? വാർഡ്രോപ്പ്, അണ്ടർവേസ് കളർ നോക്കട്ടെ. ബ്ലാക്ക്. കോൺഗ്രസ് വേണ്ട, ബ്ലാക്ക് ഇരിക്കട്ടെ തൽക്കാലം. ബ്ലാക്ക് ഷട്ടി ബ്ലാക്ക് ഷട്ടി. ഈ ക്രേറ്റിലൊന്നും സാധനമില്ല. ഇതിനകത്തൊക്കെ എന്താ ഉള്ളത്? ഇതെന്താ സംഭവം എന്നറിയാൻ വയ്യ. ഇതിൻ്റെ ഇൻഫർമേഷൻ എവിടെ കിട്ടുന്നത്? സ്ലോട്ട്സ് 10. ഇതെന്തിനാ ശരിക്കും അപ്ഗ്രേഡ് ചെയ്യുന്നത്? ക്യാൻസൽ. നമുക്ക് ഏതായിരുന്നു അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. അല്ലെങ്കിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇത്രയും സാധനം കൊടുക്കണം. ക്യാൻസൽ. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ക്യാൻസൽ. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ കിട്ടുന്നത് അറിയോ? ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിലൊന്നും പറഞ്ഞ് സഹായിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് എവിടുന്ന മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു ഐറ്റം സെലക്ട് ചെയ്തു, പറ്റുന്നില്ല. ക്ലോസ് ചെയ്തു. ഞാൻ ഒരു കട്ടയും കൂടെ ആയിട്ടുണ്ടോ നോക്കട്ടെ. യെസ്, 1 കട്ട, 2 കട്ട. ഇനി നമുക്ക് തിരിച്ചേക്കാം. നമുക്കിനി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ആ വാൾ ദിസ് വാൾ അപ്ഗ്രേഡ്. ഇനഫ് മെറ്റീരിയൽ ഇല്ല. ഒരെണ്ണത്തിൻ്റെ കുറവ് കൂടി ഉണ്ടല്ലോ. കമോൺ യാർ. ഒരു കട്ട അങ്ങോട്ട് പറഞ്ഞാൽ ഒരു കട്ട. തൽക്കാലം നമുക്ക് പോയി ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് പഴുത്തോ? സോറി, വിളഞ്ഞോ? വിളഞ്ഞിട്ടില്ല. ഇയാൾക്ക് എന്താ വേണ്ടി? സോംബിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പുറത്തേക്ക് നിന്നിട്ട് റിഫ്രഷ് വേണ്ട. വീഡിയോ കാണണം വേണ്ടി വരും. വേണ്ട. സോറി, ഐ തിങ്ക് യു നീഡ് ഐ ഹാവ് സംതിങ് ഫോർ യു. ഓക്കെ, ആഫ്റ്റർ യു ഇറ്റ് സംതിങ്. നമുക്ക് എന്നാൽ കുറച്ച് ചാർക്കോൾ എടുത്തിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് അവിടെ കുക്ക് ചെയ്യാം. അതും കൂടെ ട്രൈ ചെയ്യാതിരിക്കണ്ടല്ലോ. ഇത് കുറച്ച് എടുത്തോ, സ്പ്ലിറ്റ് ചെയ്തോ, 3 ഇട്ടാൽ മതി. കൊടുത്തോ. ഇവിടെ എന്താ വെച്ചാൽ കൊടുത്തു. കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എടുത്തോട്ടെ. ക്യാനിൽ വരുന്ന ഫുഡ് എടുത്ത് ഇടാൻ പറ്റുമോ നോക്കി നോക്കാം. ക്യാൻ ഐറ്റം എടുത്തു. യെസ്. വർക്കാവോ? ഇല്ല. തിരിച്ചെടുത്തു. അവിടെ ഇടേണ്ടത് ക്യാരറ്റാന്ന് തോന്നുന്നു.
ക്യാരറ്റ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. പക്ഷേ ഇതിടാൻ പറ്റും. ഇറച്ചി, മീറ്റ് ഇടാം. നമ്മൾ മീറ്റ് ഫുൾ ഇട്ടു. യെസ്, നമുക്ക് ബാർബിക്യൂ കിട്ടും. ബാർബിക്യൂ. ആഹാ, എന്താ രസമല്ലേ. ക്യാരറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോസ് കിട്ടിയാണ്. അത് വേണ്ട. സ്കിപ്പ് വേണ്ട. സോ നമ്മുടെ കുമ്മായ കട്ട് റെഡി ആയില്ല. 52 സെക്കൻഡ്. ഇപ്പുറത്ത് 40 സെക്കൻഡ്. ആയിക്കോട്ടെ. നമ്മൾ ബൈക്ക് അസംബിൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും പറ്റുമോ? ഫില്ലപ്പ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ. അൺലോക്ക് അയൺ വാരിയർ ചാപ്റ്റർ ഇൻ ദ സർവൈവേഴ്സ് പാത്ത്. ഓക്കെ, സങ്കടമില്ല. ഇവിടെ എന്തായി? തടി എടുക്കാനായോ? തടി എടുത്ത് പോവാം. ഈ സേവനവരം കഴിഞ്ഞുകൊണ്ട് സംഭവം സെറ്റായിട്ടുണ്ട്. ആ, എന്താ അവിടെ കുക്കായി വരുന്നേ? തിളച്ച് മറിയുന്നേ. 5 സെക്കൻഡ്, 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ്. നമുക്കിതാ ഒരു കട്ടങ്ങൾ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഇടയ്ക്ക് പട്ടിക്കുട്ടികൾ നടക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ വേറെ ആരോ വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അല്ല. ഓക്കെ, ഇനി നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ വാളം സെറ്റ് ചെയ്യാം. ഈ വാളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. വാൾ അപ്ഗ്രേഡ്. ഇതല്ല, അപ്ഗ്രേഡ് പറയാനേ പറ്റുന്നുള്ളൂ. അപ്ഗ്രേഡ് ആവുന്നില്ല. ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും സോംബികൾ വരുന്നൊരു സൈഡ് അതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ നമ്മളെന്തായാലും ഒരു വാൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റേഡിയോയിൽ എന്താ വന്നിട്ടുള്ളത് നോക്കാം. ബങ്കർ കോഡ്. ഓരോ സമയം ഓരോ ബങ്കർ കോഡ് വരുന്നുണ്ട്. പക്ഷേ ബങ്കർ പോകാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ഒരു ദിവസം എടുക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീട് പണി കഴിഞ്ഞിട്ട് സോംബികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു, ബൈ ബൈ, ടാറ്റ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.